الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يريد الله أن يخفف عنكم وخلق الإنسان ضعيفا ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ആദ്യമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മനുഷ്യ ഹൃദയങ്ങളെ ഏറെ വേദനിപ്പിക്കുന്ന ദുരന്ത വാർത്തകളാണ് ഏതാനും ദിവസങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അർജുൻ എന്ന് പറയുന്ന ഒരു ഡ്രൈവറെ മണ്ണിടിച്ചിലിൽ കാണാതായി. ആ ഒരു പ്രയാസം നമ്മുടെ മനസ്സിൽ നിലനിൽക്കെയാണ് മറ്റൊരു വലിയ ദുരന്ത വാർത്ത നാം കേൾക്കുന്നത്. വയനാട് ജില്ലയിലെ ചൂരൽമല, മുണ്ടക്കൈ എന്നീ പ്രദേശങ്ങളിൽ സംഭവിച്ച ഉരുൾപൊട്ടൽ നൂറുകണക്കിന് മനുഷ്യർക്കാണ് ജീവൻ നഷ്ടമായത്. മരണസംഖ്യ 300 കടന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. വീടും സമ്പത്തുമെല്ലാം നിമിഷ നേരം കൊണ്ട് ആളുകൾക്ക് നഷ്ടമാവുകയാണ്. അള്ളാഹു എല്ലാവർക്കും ക്ഷമയും സഹനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വലിയ ദുരന്തത്തിൽ നിന്നും കരകയറി സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രക്ഷാപ്രവർത്തനങ്ങളെ അള്ളാഹു തആല വേഗത്തിലും കൂടുതൽ സുരക്ഷയിലുമാക്കി തീർക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മയെല്ലാം ഇത്തരം വിപത്തുക്കളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പ്രകൃതി ദുരന്തങ്ങൾ ഇങ്ങനെ ഓരോ വർഷവും നമ്മുടെ നാട്ടിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം നമ്മൾ സൂചിപ്പിക്കാറുള്ള കാര്യം പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള പാഠങ്ങളാണ്. തീർച്ചയായും പ്രകൃതി ദുരന്തങ്ങളുടെ മുഖത്ത് അതിൽ നിന്നുള്ള പാഠങ്ങളെ വിശ്വാസികളെ ഉണർത്തുക എന്ന് പറയുന്നത് ഖുതുബയിൽ നാം നിർവഹിക്കേണ്ടുന്ന ഒരു ബാധ്യതയാണ് എന്ന നിലയിൽ ഇപ്പറയുന്ന പ്രകൃതി ദുരന്തത്തിൽ നിന്നുള്ള പാഠങ്ങൾ, മുന്നറിയിപ്പുകൾ, അതോടൊപ്പം തന്നെ ഈ ദുരന്തമുഖത്ത്, ഈ ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ വിശ്വാസികൾ എന്ന നിലയിലും മനുഷ്യർ എന്ന നിലയിലും നമ്മുടെ ബാധ്യതകൾ, ഇതെല്ലാമാണ് ഇന്നത്തെ ഖുതുബയിൽ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മനുഷ്യർ ഒരുപാട് പുരോഗതി കൈവരിച്ചു. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉത്തുംഗതയിലാണ് മനുഷ്യർ വിരാജിക്കുന്നത്. അങ്ങനെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ലതാണ്, ആവശ്യമുള്ളതാണ്,
അത്യാവശ്യമുള്ളതാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും. അതിനെയൊന്നും നമ്മൾ ആരും തള്ളിക്കളയുന്നില്ല, നമ്മൾ ആരും തിരസ്കരിക്കുന്നില്ല. പക്ഷേ എത്ര വലിയ പുരോഗതി കൈവരിച്ചാലും മനുഷ്യൻ ദുർബലനും നിസ്സഹായനുമാണെന്നതാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. അതല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളുടെ വലിയ പാഠങ്ങളിൽ ഒന്ന് അതാണ്. മനുഷ്യൻ ദുർബലനാണ്. അതാ ഖുർആൻ പറയുന്നത്, യുരീദുല്ലാഹു അയ്യുഖഫിഫ അൻകും വഖുലിഖൽ ഇൻസാനു ദഈഫാ. യുരീദുല്ലാഹു അയ്യുഖഫിഫ അൻകും. അല്ലാഹു പറയാൻ, അല്ലാഹു തആല നിങ്ങൾക്ക് ലഘുവാക്കി തരാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു ഓരോ നിയമങ്ങളും മനുഷ്യർക്ക് ഇങ്ങനെ ലഘുവാക്കി തന്നിരിക്കുകയാണ്. കാരണം എന്താ? വഖുലിഖൽ ഇൻസാനു ദഈഫാ. മനുഷ്യൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യൻ ദുർബലനാണ്, നിസ്സഹായനാണ്. ഈ ദുരന്ത മുഖത്ത് നമുക്കത് വായിക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം കൈവരിച്ച കാലമാണ് ഇതുവരെ എത്തിയതിൽ വെച്ചുള്ള ഏറ്റവും വലിയ പുരോഗതി കൈവരിച്ച കാലം. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പുരോഗതിപ്പെട്ട വഴികളിൽ ഒന്നാണത്, എത്തിപ്പെട്ട തലങ്ങളിൽ ഒന്നാണ്. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളുടെ വാട്സപ്പ് അടക്കമുള്ള വിവിധ കാര്യങ്ങൾ ഉപയോഗിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അതൊക്കെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു, പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിലൂടെയെല്ലാം ലോകത്തോട് നമ്മൾ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്രയൊക്കെ പുരോഗതി നമ്മൾ കൈവരിക്കുമ്പോഴും മനുഷ്യനങ്ങനെ അവൻ്റെ ഗ്രഹങ്ങളിലേക്കും ഉപഗ്രഹങ്ങളിലേക്കും ശൂന്യാകാശത്തേക്കുമൊക്കെയുള്ള ആ പ്രയാണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കണ്ടെത്തലുകളിലേക്ക് കടന്നു പോകുമ്പോൾ തീർച്ചയായും അവിടെയും മനുഷ്യൻ അഹങ്കരിക്കാൻ പാടില്ല, നിഗളിപ്പവന് പാടില്ല. അവൻ നിസ്സഹായനാണ്. എത്രയൊക്കെ അവൻ കണ്ടെത്തിയാലും എത്രയൊക്കെ അവൻ പുരോഗതി കൈവരിച്ചാലും അവൻ്റെ അറിവിനും പരിമിതിയുണ്ട്. അവന്റെ ജ്ഞാനത്തിനും അവന്റെ കണ്ടെത്തലുകൾക്കും അവന്റെ ബോധ്യങ്ങൾക്കുമെല്ലാം പരിമിതിയുണ്ട്. അതാ ഖുർആൻ പറയുന്നത്, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. നിങ്ങൾക്ക് അറിവിൽ നിന്ന് കുറച്ച് മാത്രമേ നൽകിയിട്ടുള്ളൂ. ഇന്നും അർജുൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വയനാട്ടിലെ ഈ ദുരന്തത്തിൽ മരിച്ച ഒരുപാട് ആളുകളെ ജീവനോടുകൂടി തിരിച്ചു കിട്ടുന്നില്ല. ജീവനില്ലാത്ത അവസ്ഥയിലും പലരെയും കണ്ടെത്താൻ കഴിയുന്നില്ല. ഇത് മനുഷ്യൻ ആ പുരോഗതിക്കിടയിലും മനുഷ്യന്റെ ശാസ്ത്രീയമായ മുന്നേറ്റങ്ങൾക്കിടയിലും അവൻ അനുഭവിക്കുന്ന വല്ലാത്ത ഒരു നിസ്സഹായാവസ്ഥയാണ്. അവൻ നിരാശ്രയനല്ല. തീർച്ചയായും പ്രപഞ്ചനാഥന്റെ ആശ്രയം അവൻ അനിവാര്യമാണ്. അതാണ് അല്ലാഹു പറയുന്നത്, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹി വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. നിങ്ങൾ അല്ലാഹുവിലേക്ക് ദരിദ്രന്മാരാണ്, ആവശ്യമുള്ളവരാണ്. വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്, അല്ലാഹു അങ്ങേയറ്റം സ്തുത്യർഹനും സ്വയം പര്യാപ്തനുമാണ്. സ്വയം പര്യാപ്തനായി പടച്ചവനേ ഉള്ളൂ. ആരെയും ആശ്രയിക്കാതെ നിലനിൽക്കാൻ കഴിയുന്ന ഒരേ ഒരു ശക്തി എന്ന് പറയുന്നത് പടച്ചതമ്പുരാൻ മാത്രമേ ഉള്ളൂ. മനുഷ്യർ അവർ പരസ്പരം ആശ്രയിക്കുന്നവരും പരസ്പരം സഹായിക്കുന്നവരുമാണ് എന്നതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ആത്യന്തികമായ അവലംബവും ആശ്രയവുമില്ലാതെ അവർക്ക് മുന്നോട്ട് ഗമിക്കുക സാധ്യമല്ല. പ്രകൃതിയെ മനുഷ്യൻ കീഴടക്കി എന്നൊക്കെ പറയാറുണ്ട്. ശാസ്ത്ര പുരോഗതിയിൽ മനുഷ്യൻ നടത്തിയ, പാശ്ചാത്യ ലോകം വിശേഷിച്ചും നടത്തിയ ചില പ്രയോഗങ്ങളാണ് പ്രകൃതിയെ മനുഷ്യൻ കീഴടക്കി. പടച്ചതമ്പുരാന്റെ കയ്യിലുള്ള സംഗതി മനുഷ്യരെങ്ങനെ കീഴടക്കുക? ഇല്ല, അതിനൊന്നും സാധിക്കില്ല. വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർദി വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. നിങ്ങൾക്ക് അല്ലാഹുവിനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. നിങ്ങൾക്ക് പ്രകൃതിയെ കീഴ്പ്പെടുത്താനൊന്നും സാധിക്കില്ല. വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. നിങ്ങൾക്ക് അല്ലാഹുവിനെ കൂടാതെ ഒരു രക്ഷാധികാരിയുമില്ല, ഒരു സഹായിയുമില്ല.
അവനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അവലംബം എന്ന് പറയുന്നത്. മനുഷ്യരെ, നിങ്ങൾ ദുർബലരാണ്. മറ്റ് ജീവജാലങ്ങളെ പോലും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധി ഒരുപാട് വികസിച്ചിട്ടുണ്ട്. മനുഷ്യന് മറ്റുള്ള ജീവജാലങ്ങളെക്കാളൊക്കെ വലിയ ബുദ്ധിയുണ്ട്, വിവേചന ശേഷിയുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ പലപ്പോഴും മറ്റു ജീവജാലങ്ങളെക്കാൾ ദുർബലമാണ് മനുഷ്യൻ എന്ന് ബോധ്യമാവും. പല മേഖലകളിലും കഴിവുകളുണ്ട്, ബുദ്ധിയുണ്ട്, ആ ബുദ്ധിക്ക് വികാസമുണ്ടായിട്ടുണ്ട്, ശാസ്ത്ര മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഭൂമിയിലെ ചെറിയ അണുക്കൾക്ക് പോലും, ചെറിയ വൈറസുകൾക്ക് പോലും മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവജാലത്തെ ഇല്ലാതാക്കി കളയാൻ കഴിയുമെന്നുള്ളതാ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വചനമുണ്ട്, മിസ്കീനുൻ ഇബ്നു ആദം തുഅലിമുൽ ബഖ വതഖതുലുഹു ശറഖ വതുൻതിനുൽ അറഖ. മിസ്കീനുൻ ഇബ്നു ആദം, മനുഷ്യൻ സാധുവാണ്, മനുഷ്യൻ ദരിദ്രനാണ്. തുഅലിമുൽ ബഖ, ഒരു മൂട്ടയ്ക്ക് അവനെ വേദനിപ്പിക്കാൻ സാധിക്കും, ഒരു കൊതുകിന് അവന്റെ ഉറക്കം കളയാൻ സാധിക്കും. മനുഷ്യന്റെ ഉറക്കം കളയാൻ ഒരു കൊതുകിന് സാധിക്കും. ഉറക്കം കളയാൻ മാത്രമല്ല, മനുഷ്യനെ കൊല്ലാനും കഴിയും ഒരു കൊതുകിന്. വലിയ വലിയ സാംക്രമിക രോഗങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ചെറിയ ജീവിയായിട്ട് കൊതുകാണല്ലോ. തുഅലിമുൽ ബഖ, ഒരു മൂട്ടയ്ക്ക് അവനെ വേദനിപ്പിക്കാൻ കഴിയും. അലി റളിയല്ലാഹു അൻഹു പറയാൻ, വതഖതുലുഹു ശറഖ, സൂര്യപ്രകാശത്തിന് അവനെ കൊന്നുകളയാൻ കഴിയും. സൂര്യാഘാതമേറ്റ് മനുഷ്യൻ മരിച്ചു എന്നൊക്കെ കേൾക്കാറുണ്ട്. വതുൻതിനുൽ അറഖ, വിയർപ്പിന് അവന്റെ ശരീരത്തെ നാറ്റിക്കാൻ കഴിയും. ഒരു ചെറിയ വിയർപ്പുണ്ടായി കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിലേക്ക് അവന് പ്രത്യക്ഷപ്പെട്ടാൽ ആളുകൾക്ക് അവന്റെ വിയർപ്പ് സഹിക്കാൻ കഴിയാതെ അവരെ മൂക്കുപൊത്തും. വിയർപ്പിനെ അവനിൽ നാറ്റമുണ്ടാക്കാൻ, ദുർഗന്ധമുണ്ടാക്കാൻ കഴിയും. കൊതുകിന് അവനെ വേദനിപ്പിക്കാൻ കഴിയും. സൂര്യപ്രകാശത്തിന് അവനെ കൊന്നുകളയാൻ കഴിയും. ദുർബലനാണ് മനുഷ്യൻ. അതിസൂക്ഷ്മമായ വൈറസുകൾക്ക് പോലും മനുഷ്യനെ കൊന്നുകളയാൻ കഴിയും. അതല്ലേ നമ്മൾ പഠിച്ചത് കൊറോണക്കാലത്ത് കോവിഡ് മഹാമാരിയുടെ കാലത്ത് മനുഷ്യാവകാശ പ്രവർത്തകയായ അരുന്ധതി റോയ് എഴുതിയൊരു ലേഖനത്തിൽ അവർ പറഞ്ഞു, ലോകത്തെല്ലാവരും നിരീശ്വരവാദികൾ ഉൾപ്പെടെ, ഞാൻ പറയുന്നതല്ല, അരുന്ധതി റോയ് പറഞ്ഞതാ. അവർ പറയാണ്, ലോകത്തെല്ലാവരും നിരീശ്വരവാദികൾ ഉൾപ്പെടെ ആകാശത്തേക്ക് കൈകാലുകൾ ഉയർത്തുന്ന കാലമാണിത്. നിസ്സഹായനായി മനുഷ്യൻ മാറിയ കാലം. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ് എന്ന് പറഞ്ഞതിന്റെ സാരമതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഭൗതികവും ശാസ്ത്രീയവുമായ പുരോഗതി അത്യാവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അതിന്റെ പേരിൽ അഹങ്കാരം പാടില്ല. താൻ സ്വയം പര്യാപ്തനാണെന്നുള്ള ചിന്ത മനുഷ്യനെ പിടികൂടാൻ പാടില്ല. അതാണ് മനുഷ്യൻ എന്ന് അവനെ പിടികൂടിയിരിക്കുന്ന ഏറ്റവും വലിയ ദുർബോധം എന്ന് പറയുന്നത്. തെറ്റായ ബോധം. താൻ എല്ലാറ്റിനും പോന്നവനാണ്. ഇന്ന് എന്നല്ല, എല്ലാ കാലത്തും മനുഷ്യനെ പിഴപ്പിച്ചത് ഈ ദുർചിന്തയാണ്. അതാ ഖുർആൻ പറഞ്ഞത്, ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ, ഇന്നൽ ഇൻസാന ലയത്ഗാ, നിശ്ചയം മനുഷ്യൻ അതിക്രമകാരിയായിരിക്കുന്നു. എന്താണ് അവന്റെ അതിക്രമം? എന്താണ് അവൻ ചെയ്ത തെറ്റ്? അർആഹു ഇസ്തഗ്നാ, അവൻ തന്നെ സ്വയം പര്യാപ്തനായി കാണുന്നു എന്നുള്ളതാണ്. എനിക്ക് മതിയായവനാണ്, എനിക്ക് ആരുടെയും ആശ്രയം ആവശ്യമില്ല, ഒരു പടച്ചതമ്പുരാനും എനിക്ക് വേണ്ട എന്ന രീതിയിൽ തന്നെ സ്വയം പര്യാപ്തനായി കാണുന്ന മനുഷ്യൻ അതിക്രമകാരിയായിരിക്കുന്നു. അല്ലാഹു പറയാണ്, സഹോദരങ്ങളെ, ആ ധാരണയെ തിരുത്തുകയാണ് ഓരോ പ്രകൃതി ദുരന്തങ്ങളും. ഇത് ആദ്യത്തെ സംഭവമല്ല. 2014 കോലാലംപൂരിൽ നിന്ന് ബീജിംഗിലേക്ക് പുറപ്പെട്ട ഒരു വിമാനം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുകളിൽ എവിടെയോ റഡാർ സിഗ്നലിൽ നിന്ന് അപ്രത്യക്ഷമായി. വിമാനം അപ്രത്യക്ഷമായി. 2014 നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കോലാലംപൂരിൽ നിന്ന് ബീജിംഗിലേക്ക് പുറപ്പെട്ട വിമാനം 227 യാത്രക്കാരുണ്ടായിരുന്നു. അതിനു പുറമെ വിമാനത്തിലെ മറ്റു ജീവനക്കാരും. കാണാതായ വിമാനത്തിന് ഒരു കച്ചിത്തുരുമ്പ് പോലും ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ. അതിൽ ആളുകളെയും കണ്ടെത്താൻ സാധ്യമായിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയേ മനുഷ്യനുള്ളൂ. അവന്റെ കണ്ടെത്തലുകൾ ഒരുപാട് മുന്നേറി എന്ന് മനുഷ്യരെല്ലാവരും പറയുമ്പോൾ നമ്മളെല്ലാവരും ആ ഒരു ബോധ്യം നമുക്കുണ്ട്. ശരിയുമാണ്, മനുഷ്യൻ ഒരുപാട് പുരോഗതിപ്പെട്ടിട്ടുണ്ട്. എല്ലാ മേഖലയിലും, എല്ലാ വൈജ്ഞാനിക രംഗങ്ങളിലും, എല്ലാത്തരം ശാസ്ത്രീയ ശാഖകളിലും മനുഷ്യ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ അതോടൊപ്പം തന്നെ മനുഷ്യരെ അല്ലാഹു തആല ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവന്റെ ദൗർബല്യവും അവന്റെ നിസ്സഹായതയും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ്. ഈ മരിച്ചുപോയ ആൾക്കാരല്ല ഓർമ്മിപ്പിക്കുന്നത്, അത് ഓർക്കാൻ അവരില്ലല്ലോ, അവർ മരിച്ചുപോയില്ലേ. ഓർമ്മിപ്പിക്കുന്നത് നമ്മളെയാണ്, ജീവിച്ചിരിക്കുന്ന നമ്മളെയാണ് ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ. മനുഷ്യൻ ഇത്രയേ ഉള്ളൂ, അവൻ ദുർബലനാണ്. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുവീൻ, അതിനു വേണ്ടിയാണിത്. അതാണ് അല്ലാഹു പറഞ്ഞത്, വലനുദിയഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. ആ വലിയ ശിക്ഷ, ആ വലിയ ട്രാജഡി, അന്ത്യദിനം, പരലോകത്തേക്ക് മനുഷ്യരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ വലിയ ഇടിമുഴക്കമുണ്ടല്ലോ, ഇടിമുഴക്കം എന്നല്ല, സിൽസാൽ, പ്രകമ്പനം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ. ആ ഭൂമി എന്ന പ്രകമ്പനം കൊണ്ടാൽ, ഭൂമി അതിന്റെ ഭാരങ്ങളെയെല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നാൽ, വഖാലൽ ഇൻസാനു മാ ലഹാ, എന്താണ് ഈ ഭൂമിക്ക് സംഭവിച്ചത് എന്ന് മനുഷ്യൻ പറയുന്ന ഘട്ടം, സന്ദർഭം, അന്ത്യദിനം. ആ അന്ത്യദിനം സംഭവിക്കുന്നതിന്റെ മുമ്പുള്ള ചെറിയ ചെറിയ ശിക്ഷകൾ, ആ രീതിയിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു പറയാൻ, വലനുദിയഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. ആ വലിയ ശിക്ഷ വരുന്നതിന്റെ മുന്നോടിയായി ചെറിയ ധാരാളം ശിക്ഷകൾ അവരെ രുചിപ്പിക്കുന്നതാണ്. ലഅല്ലഹും യർജിഊൻ, അവരെ മടങ്ങുന്നതിന് വേണ്ടി, അവർ അല്ലാഹുവിന്റെ വഴിയിലേക്ക് മടങ്ങുന്നതിന് വേണ്ടി, അതിനു വേണ്ടിയാണിത്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ മുഴുവൻ വിശ്വാസികൾക്കും സാധ്യമാവണം, മുഴുവൻ മനുഷ്യർക്കും സാധ്യമാവണം. പക്ഷെ ഇവിടെ വിശ്വാസികളാണുള്ളത് എന്നതുകൊണ്ടാണ് മുഴുവൻ വിശ്വാസികൾക്കും സാധ്യമാവണം എന്ന് പറഞ്ഞത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സമിഅ അർ-റഅദ വസ്-സ്വവാഇഖ്, ഇടിമിന്നലിന്റെ ശബ്ദം കേട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇടിമിന്നലിന്റെ ശബ്ദം കേട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക വആഫിനാ ഖബ്ല ദാലിക. പടച്ചതമ്പുരാനെ, നിന്റെ ദേഷ്യം കൊണ്ട് ഞങ്ങളെ നീ കൊന്നുകളയരുത്. പടച്ചവനെ, നിന്റെ ദേഷ്യം കൊണ്ട് ഞങ്ങളെ നീ കൊന്നുകളയരുത്, നിന്റെ ശിക്ഷ കൊണ്ട് ഞങ്ങളെ നീ നശിപ്പിക്കരുത്. വആഫിനാ ഖബ്ല ദാലിക, നിന്റെ ശിക്ഷ ഭൂമിയിൽ ഇറങ്ങുന്നതിന്റെ മുമ്പ് ഞങ്ങൾക്ക് സുരക്ഷിതത്വം പ്രദാനം ചെയ്യണമേ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടിമുഴക്കത്തിന്റെ ശബ്ദം കേട്ടാലടക്കം പറയുമായിരുന്നു. അത്രത്തോളം പ്രവാചകന് ജാഗ്രതയുണ്ടായിരുന്നു അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ സംബന്ധിച്ച്. അതുകൊണ്ട് അഹങ്കാരം പൂർണ്ണമായും മനസ്സിൽ നിന്ന് കൈവെടിഞ്ഞുകൊണ്ട് അണുമണി തൂക്കം പോലും ഹൃദയത്തിൽ നിലനിർത്താതെ തഖ്വയും ഈമാനും കൈകൊള്ളുക എന്നാണ് ഓരോ ദുരന്തങ്ങളും നമ്മോട് പറയുന്നത്. മറ്റാരോടുമല്ല, നമ്മോട് ഓരോരുത്തരോടും. നമ്മിലേക്ക് തന്നെയാണ് ഓരോ ദുരന്തങ്ങളും വിരൽ ചൂണ്ടുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു പറയാണ്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കസ്സബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ, ഗ്രാമീണരായ ആളുകൾ വിശ്വസിക്കുകയും ഭയഭക്തി കൈകൊള്ളുകയും ചെയ്തിരുന്നുവെങ്കിൽ, ഈമാനും തഖ്വയും കൈകൊണ്ടിരുന്നുവെങ്കിൽ, ചരിത്രത്തിൽ നശിച്ചുപോയ ജനസമൂഹങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അവര് തഖ്വയും ഈമാനും കൈകൊണ്ടിരുന്നുവെങ്കിൽ, ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ നിന്ന് വേണ്ടത്ര സമൃദ്ധി അവർക്ക് ലഭിക്കുമായിരുന്നു. ആകാശഭൂമികളുടെ ബറകാത്തുകൾ അവർക്ക് തുറന്നു വെക്കപ്പെടുമായിരുന്നു. വലാകിൻ കസ്സബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, പക്ഷേ അവരെ കളവാക്കി, അവരെ പ്രവർത്തിച്ചതിന്റെ ഫലമായി അവരെ നാം പിടികൂടി എന്ന് അല്ലാഹു പറയാൻ. അല്ലാഹു എപ്പോഴാണ് മനുഷ്യരെ പിടികൂടുക എന്ന് പറയുക സാധ്യമല്ല. അല്ലാഹു തുടർന്ന് പറയാണ്, അഫ അമിന അഹ്ലുൽ ഖുറാ അയ്യതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ, അവരുടെ സുഖനിദ്രയിൽ അല്ലാഹുവിന്റെ ശിക്ഷ അവരെ പിടികൂടില്ല എന്ന് എന്തുറപ്പാണ് അവർക്കുള്ളത്? അവർക്ക് നിർഭയത്വമുണ്ടോ? അവരെ കുടുംബത്തോടൊപ്പം കിടന്നുറങ്ങുമ്പോ അല്ലാഹുവിന്റെ ശിക്ഷ അവരെ പിടികൂടില്ല എന്ന കാര്യത്തിൽ അവർക്ക് നിർഭയത്വമുണ്ടോ? അവ അമിന അഹ്ലുൽ ഖുറാ അയ്യതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ, പൂർവാഹിന നേരത്ത് അവരുടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പരീക്ഷണം അവരെ പിടികൂടില്ല എന്ന് അവർക്ക് നിർഭയത്വമുണ്ടോ? അല്ലാഹു ചോദിക്കുകയാണ്.
അള്ളാന്റെ ശിക്ഷ എപ്പോഴും വരാം, അള്ളാന്റെ പരീക്ഷണം എപ്പോഴും വരാം. എന്നാലൊരു പ്രദേശത്ത് ഇങ്ങനെ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ പടച്ചോന്റെ ശിക്ഷ ഇറങ്ങിയതാണ്, അള്ളാഹുവിന്റെ കോപം അവരിൽ ഇറങ്ങിയതാണ് എന്നങ്ങ് പൂർണ്ണമായും വിലയിരുത്താനും കഴിയില്ല. കാരണം നമ്മളെക്കാൾ വലിയ തെറ്റൊന്നും ഏതായാലും അവരും ചെയ്തിട്ടില്ല. നല്ല സച്ചരിതരായ സജ്ജനങ്ങളായ വിശ്വാസികളായ ഒരുപാട് ആളുകൾ കൂടി ജീവിക്കുന്ന പ്രദേശമാണ് ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാന്റെ ശിക്ഷയാണെന്നൊന്നും വിലയിരുത്തേണ്ട. അള്ളാന്റെ പരീക്ഷണം എപ്പോഴും ഏത് ജനതയിലും ഇറങ്ങാമെന്ന് പറയാൻ വേണ്ടിയാണ് മേൽപ്പറഞ്ഞ ആയത്തുകൾ ഞാൻ വിശദീകരിച്ചത്. പക്ഷേ അള്ളാഹുവിന്റെ പരീക്ഷണം പല നിലയിലുമുണ്ട് എന്നുള്ളതാണ്. അള്ളാന്റെ പരീക്ഷണം പല നിലയിലുമുണ്ട്. അള്ളാഹു സജ്ജനങ്ങളെയും പരീക്ഷിക്കും, നല്ല മനുഷ്യരെയും പരീക്ഷിക്കും. അവരുടെ സ്വബറാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്. ഇവിടെ ഈ പ്രകൃതി ദുരന്തമൊക്കെ നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നടക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് പാരിസ്ഥിതികമായ ഉണ്ടാവാം, അതിലേക്ക് കടന്നു പോകുന്നില്ല. അതോടൊപ്പം തന്നെ അള്ളാഹു ആ ജനതയുടെ വിശ്വാസം പരീക്ഷിക്കുകയാണ്, അള്ളാഹു ആ ജനതയുടെ സ്വബർ പരീക്ഷിക്കുകയാണ്. അള്ളാന്റെ പ്രവാചകന്മാരെ അടക്കം പൂർവസൂരികരായ നല്ല എത്രയോ സജ്ജനങ്ങളായ മനുഷ്യർ, അവരെയൊക്കെ അള്ള പരീക്ഷിച്ചു, ഇന്നും അള്ള പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിഷ്കർത്താക്കൾ, പോരാളികൾ, എല്ലാവരെയും അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ പരീക്ഷണത്തിന്റെ വിഷയം? ക്ഷമയാണ് പരീക്ഷിക്കുന്നത്. അള്ളാഹു ക്ഷമ പരീക്ഷിക്കുകയാണ്. ഈ ജനതയ്ക്ക് എത്രത്തോളം ക്ഷമയുണ്ടെന്ന് പരീക്ഷിക്കുകയാണ്. ആ ക്ഷമയുടെ പ്രതിഫലം അള്ളാഹു തആല അവർക്ക് ധാരാളമായിട്ട് നൽകാൻ ഉദ്ദേശിക്കുന്നു എന്നതുമാവാം. അല്ലാഹു അഅലം. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അല്ലാഹ് ക്ഷമ പരീക്ഷിക്കും. അല്ലാഹ് നിങ്ങളെ പരീക്ഷിക്കും. ഭയം കൊണ്ട്, വിശപ്പ് കൊണ്ട്, സമ്പത്ത് ചുരുക്കിക്കൊണ്ട്, ശരീരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെ, ബന്ധുക്കളെ തിരിച്ചു വിളിച്ചുകൊണ്ട്, അതുപോലെ കായ്ക്കനികൾ ഇല്ലാതാക്കിക്കൊണ്ടൊക്കെ അല്ലാഹ് പരീക്ഷിക്കും. അല്ലാഹു വിവിധങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങൾ നൽകും. നല്ല സജ്ജനങ്ങളായ ആളുകൾക്ക് തന്നെ പരീക്ഷണമുണ്ടാവും. വബശ്ശിരിസ് സ്വാബിരീൻ, അവിടെ ക്ഷമിക്കുക, ക്ഷമിക്കുന്നവർക്കാണ് സന്തോഷ വാർത്ത അറിയിക്കേണ്ടത്. ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ആരാണ് ക്ഷമിക്കുന്നവർ? അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു ദുരിതം ബാധിച്ചു കഴിഞ്ഞാൽ, പടച്ചവനെ, നിശ്ചയം ഞങ്ങൾ നിനക്കുള്ളതാണ്. ഇതെന്തൊരു കാലക്കേട്, എന്തൊരു ദോഷം എന്നൊന്നും പറഞ്ഞ് കാലത്തെ ശപിക്കരുത്. മറിച്ച് നിങ്ങൾ പറയേണ്ടത് എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹ് പറയാണ്, നിശ്ചയം ഞങ്ങൾ അല്ലാഹുവിനുള്ളതാണ്, അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടുന്നവരുമാണ്. അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത്. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അങ്ങനെ ക്ഷമിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രത്യേക അനുഗ്രഹങ്ങളും അല്ലാഹുവിന്റെ കാരുണ്യവും ഉണ്ടാവും. അങ്ങനെ ക്ഷമാശീലരായ ആളുകൾ അവർ തന്നെയാണ് സന്മാർഗചാരികൾ. അല്ലാഹു പറയാണ്, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു മുസ്ലിമിന് എന്ത് പ്രയാസം സംഭവിച്ചാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അയാൾക്കത് നന്മയായിട്ടാണ് ഭവിക്കുക. മുസ്ലിമിന്റെ കാര്യം അത്ഭുതമാണ്. അയാൾക്ക് നല്ല കാര്യം ലഭിച്ചാൽ അല്ലാഹുവിന് നന്ദി പ്രകാശിപ്പിക്കും. അയാൾക്ക് എന്തെങ്കിലും പ്രയാസം സംഭവിച്ചാലോ അയാൾ ക്ഷമിക്കും. എല്ലാ പ്രയാസങ്ങളും, അത് രോഗമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളാണെങ്കിലും എന്ത് ബാധിച്ചാലും അയാൾ ക്ഷമിക്കും. അതിലൂടെയൊക്കെ അയാളുടെ പാപങ്ങൾ അല്ലാഹു തആല മായ്ച്ചു കളയുകയാണ്. അവിശ്വാസിയുടെ പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കളയുകയാണ്. ഹത്ത ശൗകത യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു. അയാളുടെ കാലിൽ തറക്കുന്ന മുള്ളടക്കം, കാലിലൊരു മുള്ള് തറച്ചാലടക്കം അതിലൂടെ അല്ലാഹു അയാളുടെ പിഴവുകൾ മായ്ച്ചു കളയുകയാണ്, പാപങ്ങൾ മായ്ച്ചു കളയുകയാണ്. ആ അർത്ഥത്തിൽ ആ പരീക്ഷണം അയാൾക്ക് നന്മയായിട്ടാണ് ഭവിക്കുന്നതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അങ്ങനെയാണ് ഈ പ്രകൃതി ദുരന്തത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. അങ്ങനെ നമ്മൾ വിലയിരുത്തുമ്പോ തീർച്ചയായിട്ടും ഈ ദുരന്തത്തിൽ അകപ്പെട്ടു പോയ ആളുകളോട് നമുക്ക് ധാരാളം ബാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ ബാധ്യത എന്ന് പറയുന്നത് ദുരിതബാധിതരായ ആളുകളെ, ദുരിതബാധിതരെ സാധ്യമാവുന്ന അളവിൽ സഹായിക്കുക എന്നുള്ളതാണ്. ഫത്തഖുല്ലാഹ മസ്തതഅ്തും, സാധ്യമാവുന്ന അളവിൽ ദുരിതബാധിതരെ സഹായിക്കുക. അതിനെയാണ് നാം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ആരെങ്കിലും ഒരു മനുഷ്യന്റെ ദുനിയാവിലെ ഒരു വിപത്തിൽ അയാൾക്ക് ആശ്വാസം നൽകിക്കഴിഞ്ഞാൽ അല്ലാഹു തആല പരലോകത്തെ ദുരന്തത്തിൽ അയാൾക്ക് ആശ്വാസം നൽകും. പരലോകം എന്ന് പറയുമ്പോൾ അവിടുത്തെ പരീക്ഷണം വല്ലാത്ത പ്രയാസങ്ങളാണ്. പരലോകത്ത് വരാനിരിക്കുന്നത്, ആ പരീക്ഷണത്തിൽ അള്ളാഹു ആശ്വാസം നൽകും. ആർക്ക്? ആരെങ്കിലും ഒരു മനുഷ്യന്റെ, ഒരു വിശ്വാസിയായ മനുഷ്യന്റെ വിശേഷിച്ചും അയാളുടെ പ്രയാസത്തിൽ ആശ്വാസം നൽകിക്കഴിഞ്ഞാൽ, ഒരു ദുരന്തത്തിൽ ദുരിതാശ്വാസം നിർവഹിച്ചു കഴിഞ്ഞാൽ, വിശ്വാസികളെ മാത്രമല്ല എല്ലാവരോടും കരുണ കാണിക്കണം. എല്ലാവർക്കും ആശ്വാസ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ലഭിക്കണം. അതിന്റെ ഗുണം ആരെങ്കിലും ആർക്കെങ്കിലും ആശ്വാസം നിർവഹിച്ചാൽ, ആശ്വാസം നൽകിയാൽ അല്ലാഹു തആല പരലോകത്ത് അയാളുടെ ദുരിതങ്ങളിൽ, പ്രയാസങ്ങളിൽ അയാൾക്ക് ആശ്വാസം നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വമൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറഹു അല്ലാഹു ഫിദ് ദുനിയാ വൽ ആഖിറ. ഞെരുങ്ങി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് ആരെങ്കിലും എളുപ്പം നൽകിയാൽ അല്ലാഹു തആല ഈ ലോകത്തും പരലോകത്തും അങ്ങനെ ദുരിതാശ്വാസം നിർവഹിക്കുന്ന മനുഷ്യന് എളുപ്പം നൽകും. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. അല്ലാഹു അടിമയെ സഹായിച്ചുകൊണ്ടേയിരിക്കും. അടിമ തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അല്ലാഹു അടിമയെ സഹായിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് ജനങ്ങളോട് കൂടുതൽ കരുണയുള്ളവരാവുക. ദുരിതബാധിതരായ ആളുകളോട് കൂടുതൽ കരുണയുള്ളവരാവുക. ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അള്ളാന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഭൂമിയിൽ പ്രയാസപ്പെടുന്ന ആബാലവൃന്ദം ജനങ്ങളോട് ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്, അവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. സഹോദരങ്ങളെ, വിശ്വാസിയുടെ പങ്കുവെപ്പിന്റെ സംസ്കാരം ഏറ്റവും അധികം ജ്വലിച്ചു നിൽക്കേണ്ടുന്ന സന്ദർഭമാണിത്. പങ്കുവെപ്പിന്റെ സംസ്കാരമാണ് വിശ്വാസിയുടെ ഏറ്റവും ഉന്നതമായ ആ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. ഹിജറയുടെ ചരിത്രം പറയുമ്പോൾ നമ്മൾ വിശദീകരിച്ചു. മദീനയിലേക്ക് ഹിജറ ചെയ്ത സ്വഹാബിമാരെ, മക്കയിൽ നിന്ന് മദീനയിൽ എത്തിപ്പെട്ട സ്വഹാബിമാരെ മദീനയിലെ സ്വഹാബിമാർ എപ്രകാരമാണ് സഹായിച്ചത്? പങ്കുവെപ്പിന്റെ സംസ്കാരം, ഷെയറിങ്ങിന്റെ സംസ്കാരം. അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ, ഒന്നിലധികം കച്ചവട സ്ഥാപനങ്ങളുള്ള ആളുകൾ അവരുടെ കടയിൽ നിന്ന് ആവശ്യമുള്ളത് ഒന്നെടുത്തുകൊണ്ട് ബാക്കി വിഹിതം വെക്കുകയാണ്, പങ്കുവെക്കുകയാണ്. മുഹാജിറുകൾക്ക് മക്കയിൽ നിന്ന് പലായനം ചെയ്തു വന്ന സ്വഹാബിമാർക്ക് അതാണ് പങ്കുവെപ്പിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. അതാണ് ഇല്ലാത്തവന് നൽകുന്നതിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അവർ വന്നു. അവരുടെ കടകൾ, കച്ചവട സ്ഥാപനങ്ങൾ പങ്കുവെച്ചതിന് ശേഷം പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് അവര് പറയാണ്, പ്രവാചകരെ, ഞങ്ങളുടെ കാർഷിക വിളകൾ കൂടി ഞങ്ങൾ മക്കയിൽ നിന്ന് ഹിജറ ചെയ്തു വന്ന ആളുകൾക്ക് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പങ്കുവെക്കേണ്ടതില്ല. കാരണം അവര് കൃഷി ചെയ്താൽ വിജയിക്കില്ല. നിങ്ങളുടെ കാർഷിക ഭൂമി, നിങ്ങളുടെ കാർഷിക വിളകൾ, നിങ്ങൾ കൊയ്യിക്കുന്ന നിങ്ങളുടെ ഭൂമിയുണ്ടല്ലോ, അത് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞാൽ, അവര് കൃഷി അറിയാത്ത നാട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. മക്ക കച്ചവട പ്രധാനമായ പ്രദേശമാണ്. അതുകൊണ്ട് നിങ്ങൾ കൃഷി ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം, അതാണ് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിങ്ങൾ നൽകേണ്ടതെന്ന് പറയുമ്പോ, അതാണ് മുഹാജിറുകൾക്ക് നിങ്ങൾ നൽകേണ്ടതെന്ന് പറയുമ്പോ, സമയനാ വ അത്വഇനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന്റെ, ഇല്ലാത്തവനെ സഹായിക്കുന്നവന്റെ, ദുരിതത്തിൽ അകപ്പെട്ടവനെ സഹായിക്കുന്നവന്റെ, ജീവിതം വഴിമുട്ടി നിൽക്കുന്നയാളെ സഹായിക്കുന്നതിന്റെ ഏറ്റവും വലിയ മാതൃക ഹിജറയുടെ ചരിത്രത്തിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഖുതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. ഹിജറ ചെയ്തു വന്ന ആളുകളെ, മദീനയിലെ സ്വഹാബിമാരെ സഹായിക്കുന്നു. എപ്രകാരം സഹായിക്കുന്നു? അവരുടെ ആവശ്യങ്ങളെക്കാൾ തന്റെ സഹോദരന്റെ ആവശ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സഹായിക്കുന്നത്. എല്ലാം പങ്കുവെച്ചുകൊണ്ടാണ്.
അവരുടെ ആവശ്യങ്ങളെക്കാൾ തന്റെ സഹോദരന്റെ ആവശ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട്, സഹോദരങ്ങളെ, നമുക്ക് പ്രയാസങ്ങളുണ്ട്, നമുക്ക് ധാരാളം പ്രാരാബ്ദങ്ങളും ഉണ്ടാവാം. അതൊക്കെ ഉള്ളതോടൊപ്പം തന്നെ ദുരിതബാധിതരെ സഹായിക്കാൻ നാം മുന്നോട്ട് വരണം. ശാരീരികമായി സഹായിക്കാൻ കഴിയുന്നവർ അങ്ങനെ, സാമ്പത്തികമായും സഹായിക്കാൻ കഴിയുന്നവർ സാമ്പത്തികമായും സഹായിക്കാൻ മുന്നോട്ട് വരണം. തീർച്ചയായും അതിലൂടെ സ്വർഗത്തിൽ എത്തിപ്പെടാൻ സാധിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്വർഗത്തിൽ എത്തിപ്പെടാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബി ചോദിക്കുന്നുണ്ട്, ദുല്ലനി അലാ അമലി യുദ്ഖിലുനിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന, സ്വർഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കുന്ന ഒരു സുഹൃതം എനിക്ക് പറഞ്ഞു തരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്ഇമിൽ ജാഇയ വസ്ഖില്ലം ആൻ, നീ ദാഹിച്ചവന് വെള്ളം കൊടുക്കണം, നീ വിശന്നവന് ഭക്ഷണം കൊടുക്കണം. സ്വർഗത്തിൽ എത്തിപ്പെടാൻ നിനക്ക് സാധിക്കും. അസ്സാഇ അലൽ അർമലതി വൽ ഫഖീരി കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, വിധവകൾക്ക് വേണ്ടി, ദരിദ്രർക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ അല്ലാഹുവിന്റെ മാർഗത്തിലെ പോരാളികളാണ്. സഹോദരങ്ങളെ, ആ വയനാട്ടിലെ ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈ ദുരിതത്തിലൂടെ എല്ലാം കൊണ്ടും ദരിദ്രരും അനാഥകളും വിധവകളുമായി മാറിയിരിക്കുന്നു. അവർ വിശക്കുന്നവരും ദാഹിക്കുന്നവരുമായി മാറിയിരിക്കുന്നു. ആ ഗ്രാമം തന്നെ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഗ്രാമീണർക്ക് വേണ്ടിയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും സാമൂഹ്യ ബാധ്യതയാണ്, നിർബന്ധമായ ബാധ്യതയാണ്. അത് കഴിയുന്ന രീതിയിൽ നമ്മൾ നിർവഹിക്കണം. അത് സാധ്യമാവുന്ന അളവിൽ നമ്മൾ നിർവഹിച്ചേ മതിയാവൂ. ജാതി മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരോടും കരുണ കാണിക്കാനാണ് പറയുന്നത്. നല്ല നല്ല മാതൃകകൾ, ജാതി മത വ്യത്യാസങ്ങൾക്കൊക്കെ അതീതമായിട്ടുള്ള ഏറ്റവും ഉയർന്ന മാതൃകകളാണ് നമ്മൾ ദുരിതഭൂമിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ, സംഘടനാ ഭേദങ്ങളില്ലാതെ എല്ലാവരും ഒരുമിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മുടെ നാട്, അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. മസ്ജിദുകൾ താൽക്കാലിക ആശുപത്രികളായി മാറി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു ചെറുപ്പക്കാരൻ ലോകത്തോട് പങ്കുവെച്ച ഒരു ആശയമുണ്ട്. അത് ജനങ്ങളെല്ലാം ഏറ്റെടുത്തു, വൈറലായിട്ട് മാറി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, എന്താണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്? ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ പറയണം, എന്റെ ഭാര്യ തയ്യാറാണ്. നിങ്ങൾ വായിച്ചു. ട്രക്ക് ഓടിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, അയാൾ സന്ദേശം അയക്കുകയാണ്. എന്താണ് സന്ദേശം അയക്കുന്നത്? എത്ര നല്ല സന്ദേശമാണ്, എത്ര ഉന്നതമായ സന്ദേശമാണ്, എത്ര വലിയ ത്യാഗമാണ്, എത്ര വലിയ സമർപ്പണമാണ് സഹോദരങ്ങളെ അത്. അങ്ങനെ ആ മനുഷ്യൻ വയനാട്ടിലേക്ക് തന്റെ ട്രക്കുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ മാത്രമല്ല, ധാരാളം അമ്മമാർ അവരുടേതല്ലാത്ത കുഞ്ഞുങ്ങൾ, അവർക്ക് പിറക്കാത്ത കുഞ്ഞുങ്ങളെ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെയാണ് മാതൃക എന്ന് പറയുന്നത്. നമ്മുടെ നാടിന്റെ മനുഷ്യത്വത്തിന്റെ, മാനവികതയുടെ ഏറ്റവും ഉദാത്തമായ മാതൃക. സഹോദരങ്ങളെ, ചെയ്യാൻ കഴിയുന്നത്ര ത്യാഗം ഈ വിഷയത്തിൽ നമ്മൾ ചെയ്യുക എന്നത് തന്നെയാണ് പ്രധാനം. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് അത് പൊതുവായിട്ടുള്ള കാര്യമാണ്. അതായത്